നമസ്കാരം, വെൽക്കം ടു KPSC 2.0. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം നോക്കിയ 62/2026 LGS പിയൂൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാതെ ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം 6. 2025 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഓപ്ഷനായി നൽകിയിരിക്കുന്നത് സുരജ് ഫാൻ, ശിവരാജ് പാട്ടീൽ, എസ് മല്ലികാർജുനയ്യ. ഓപ്ഷൻ ഡി, ഇവരാരുമല്ല. ഇതൊരു കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവരാരുമല്ല. കാരണം നിലവിൽ 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. പുതിയ നിയമനം ഇതുവരെ ആയിട്ടില്ല. പക്ഷേ ഇതൊരു കറണ്ട് അഫെയർ ആണ്. അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് കറക്റ്റായി ഒന്ന് റീചെക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷനുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സുരജ് ഫാൻ 1996-97 കാലഘട്ടത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറായി സ്ഥാനം വഹിച്ചിരുന്നു. ശിവരാജ് പാട്ടീൽ 1989 മുതൽ 1991 വരെ ഡെപ്യൂട്ടി സ്പീക്കറായി സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. എസ് മല്ലികാർജുനയ്യ 1991 മുതൽ 96 വരെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെ അംഗങ്ങൾക്കിടയിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ഈ പരീക്ഷ കറണ്ട് അഫെയറിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 7. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണ്. കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ നവീകരണം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ഇവയാണ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ. ഇവയിൽ നിന്നും ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ PSC നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് സ്റ്റേറ്റ്മെന്റുകൾ എയും ബിയും ഡിയും ശരിയാണ്. സി മാത്രമാണ് ഇവിടെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ജസ്റ്റ് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 562 അധികം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുക എന്നത് ആ സമയത്ത് നേരിട്ട പ്രധാന വെല്ലുവിളിയായിരുന്നു. സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ നോക്കിയത്. അതുപോലെ തന്നെ ചേരിചേരാ നയം സ്വീകരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര നിലപാട് രൂപീകരിക്കുകയും ചെയ്തു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 8. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഇവിടെ നമുക്ക് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ചോദ്യമായി വന്നിരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യം എന്ന ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. ഇവയാണ് നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ. ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ഇതിന്റെ ശരിയായ ഉത്തരം. 9ാം പഞ്ചവത്സര പദ്ധതി നടന്നത് 1997 മുതൽ 2002 വരെയാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന മറ്റ് പഞ്ചവത്സര പദ്ധതികൾ പെട്ടെന്നൊന്ന് നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ് നടന്നത്. കാർഷിക മേഖലയുടെ വികസനമായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ് 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി നടന്നത് 1956 മുതൽ 1961 വരെയാണ്. വൻകിട വ്യവസായങ്ങളുടെ വികസനം എന്നായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മഹൽനോബിസ് മോഡൽ എന്നാണ് 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. 1992 മുതൽ 1997 വരെയാണ് 8ാം പഞ്ചവത്സര പദ്ധതി നടന്നത്. മാനവശേഷി വികസനമായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. റാവു മൻമോഹൻ മോഡൽ എന്നാണ് 8ാം പഞ്ചവത്സര പദ്ധതികൾ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ 4 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി പഞ്ചവത്സര പദ്ധതികൾ PSCയുടെ ഫേവറേറ്റ് ഒരു ടോപ്പിക്കാണ്. എല്ലാ പരീക്ഷയിലും തന്നെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യങ്ങളും കൃത്യമായി പഠിച്ചിട്ട് തന്നെ പോവുക. ഇതിനെക്കുറിച്ചുള്ള
ഒരു റീൽസ് നമ്മുടെ ചാനലിൽ തന്നെ ഈ അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അറിയത്തില്ലാത്തവരല്ലേ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോകുന്നത് വളരെ ഉപകാരമായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 9. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. റൂർക്കേല ഇരുമ്പ് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ഇത് നമ്മൾ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാവുന്ന കാര്യമാണ്, 2ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സ്ഥാപിച്ചത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ശരിയായ ഉത്തരം ഏതാണെന്ന് കണ്ടെത്താം. ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അതായത് സ്റ്റേറ്റ്മെന്റുകൾ എയും ഡിയുമാണ് ശരിയായത്. നമുക്ക് അറിയാം, ഈ PSCയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പഠിച്ചിട്ട് വേണം നമ്മൾ അടുത്ത പരീക്ഷയിൽ പോകാൻ. നമുക്ക് ഈ ഭാഗങ്ങൾ പെട്ടെന്നൊന്ന് റീഫ്രഷ് ചെയ്ത് പഠിക്കാം. ദുർഗാപൂർ ഇരുമ്പുരുക്കശാല 1962 നിലവിൽ വന്നത്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല ഇരുമ്പുരുക്കശാല ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 നിലവിൽ വന്നത്. സഹായിച്ച രാജ്യം ജർമ്മനി. ഭിലായ് ഇരുമ്പുരുക്കശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. നിലവിൽ വന്നത് 1959 സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. ബൊക്കാറോ ഇരുമ്പുരുക്കശാല നിലവിൽ വന്നത് 1964 സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഈ ഒരു 4 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പരീക്ഷയിലും ഇവിടുന്ന് ചോദ്യം വരും. അതുകൊണ്ട് ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 10. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19. മംഗളയാൻ വിക്ഷേപിച്ചത് 1912. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി മാത്രമാണ് ശരി. അതായത് ഓപ്ഷൻ എ, ബി, സി എന്നിവ തെറ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് ശരിയായി തന്നിരുന്നത് ആദിത്യ L1 സൂര്യനെ കുറിച്ചുള്ള പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇനി നമുക്ക് ബാക്കി മറ്റ് പ്രസ്താവനകൾ ശരിയായി പഠിക്കാം. ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23. ഇവിടെ തന്നത് ഓഗസ്റ്റ് 20 എന്നാണ്. അത് തെറ്റാണ്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസമാണ് ഓഗസ്റ്റ് 23. ആ ദിവസം തന്നെയാണ് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ്. ഇത് വിക്ഷേപിച്ചത് 1970 ആ കൃത്യമായ ഉത്തരം 1975 ഏപ്രിൽ 19 ആര്യഭട്ടയുടെ വിക്ഷേപണം നടന്നത്. മംഗളയാൻ ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ്. വിക്ഷേപിച്ചത് 2013 നവംബർ 5. അപ്പോൾ ഇത് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം. ചോദ്യം 11. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നമുക്ക് ഇവിടുന്ന് ശരിയായതാണ് കണ്ടെത്തേണ്ടത്. പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർഗിൽ വിജയ ദിനം ജൂലൈ 16. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1970. ഇതിൽ നിന്ന് നമ്മൾ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നതിൽ പ്രസ്താവന എയും സിയും മാത്രമാണ് ശരി. അതായത് ഓപ്ഷൻ സി ആണ് ശരി. ഇനി നമുക്ക് നോക്കാം. 1971 യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച കരാറാണ് ഷിംല കരാർ. 1965 യുദ്ധത്തിന് ശേഷം ഒപ്പുവെച്ച താഷ്കന്റ് കരാറിൽ, അതായത് 1966 താഷ്കന്റ് കരാറിൽ ഒപ്പുവെക്കുന്നത്. ഒപ്പുവെച്ച പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. കാർഗിൽ വിജയദിനമായി ഇന്ത്യ ആചരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ആഘോഷിക്കുന്നത് ജൂലൈ 26.
പാകിസ്ഥാനിൽ നിന്നും വേർപിരിഞ്ഞ് ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971-ലാണ്. ഇവിടെ തെറ്റായി തന്ന പ്രസ്താവനകൾ ശരിയായി തന്നെ പഠിച്ചു വെക്കുക. കാർഗിൽ വിജയദിനം ജൂലൈ 26 ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971-ലാണ്. ഇന്ന് നമ്മൾ 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളാണ് കണ്ടത്. ഇതിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത്, കൂടുതലും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണ്. LGS പരീക്ഷയ്ക്ക് പോലും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചു വെക്കുക. ചോദ്യങ്ങളും വിശകലനങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അടുത്ത പരീക്ഷയിൽ ഇത് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.